വെൽക്കം ബാക്ക് ടു V3 വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് വയനാട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ പൂപ്പൊലി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 6ാമത്തെ ചുരം എത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി ഫ്രണ്ട്സ്. ഞാൻ കുറച്ച് ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ പെപ്പർ ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ചായ കുടിക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. കണ്ടത് പൊട്ടറ്റോ ബജിയാണ്. ഇവിടെ പറയുന്നത് കിങ് ബജി എന്നാണ്. നമ്മൾ വാങ്ങി നോക്കി സൂപ്പറായി. അപ്പോൾ നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്നത് ഹണി മ്യൂസിയത്തിലേക്കാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. വളരെ മനോഹരമായി ഐ ലവ് ഹണി ബീസ് എന്ന് എഴുതി വെച്ചിരുന്നത്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടം പോലെ ഒന്നുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് ഫ്രണ്ട്സ് കാണാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം. ഫ്രണ്ട്സ്, ബീസ് നമ്മൾ ഫ്ലവറിൽ തേൻ കുടിക്കുന്നതാണുള്ളത്. പിന്നെ അവിടെ ഒരു കൊച്ചു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതാ ഫ്രണ്ട്സ് അമ്മ, ഇതാണ് ഫ്രണ്ട്സിൻ്റെ അമ്മ. കേട്ടാൽ നിങ്ങൾ പഠിക്കാം. അപ്പോൾ അറിവ് പണ്ടൊക്കെ നമ്മളെ ഉപപാഠ പുസ്തകം എന്നറിയും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. അത് ഇപ്പോൾ മലയാളം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അറബി ഉപപാഠ പുസ്തകം അതിലൊക്കെ പഠിക്കാൻ കുറേ കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഇതിന് പഠിക്കുന്ന പിള്ളേർ. തേൻ നമുക്ക് സാധാരണ ഒരു ടേസ്റ്റിൽ തേൻ കിട്ടുമ്പോൾ ഇവിടെ ഞങ്ങൾ 7-8 വിധം തേൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത ഫ്ലവറിൽ നിന്ന് എടുക്കുന്ന തേൻ വ്യത്യസ്ത ടേസ്റ്റിലുള്ള തേൻ. അത് അവസാനം നമുക്ക് ടേസ്റ്റ് ചെയ്യും. ഇത് ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ്, അതായത് പല സ്ഥലത്തു നിന്ന് തേൻ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ ശുദ്ധീകരിക്കാൻ. നമ്മൾ സാധാരണ ഫോറസ്റ്റ് തേൻ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അനിക്കമ്പോയിൽ നിന്നോ ഉടലിൽ നിന്നൊക്കെ ഫോറസ്റ്റ് തേൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാവും. ഈ തേൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് 1-2 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ പൗഡർ രൂപത്തിൽ വെള്ളമായിട്ട് കട്ടിയായിരിക്കും. ഇതേ തേൻ 4-5 മാസം കഴിഞ്ഞിട്ട് നമ്മൾ മൂടി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പെപ്സിയൊക്കെ തുറക്കുന്ന ഒരു ഗ്യാസും ഉണ്ടാവും, ഒരു കെട്ട സ്മെല്ലുണ്ടാവും. അങ്ങനെ വന്നാൽ പിന്നെ തേൻ ഉപയോഗിക്കാൻ പാടില്ല. വാദം പിത്തങ്ങൾക്കും പോലത്തെ അസുഖങ്ങൾ, വൊമിറ്റിംഗ് വരും, ഡിസെൻട്രി വരും. അത് അപ്പോൾ വന്നതിലും പിന്നീട് ശരീരത്തിന് ബാധിക്കും. അപ്പോൾ തേൻ, ശുദ്ധമായ തേൻ എന്ന് പറഞ്ഞാൽ തേനിനെ നമ്മൾ ഈ വാക്സും വേസ്റ്റും വേർതിരിച്ചെടുക്കണം. നമ്മൾ ഇന്ന് വാങ്ങിയിട്ട് നമുക്ക് അറിയാൻ കൊണ്ടുവന്ന് നാളെ കുടിക്കുന്നതിനെ പറ്റിയല്ല പറയും. കൂടുതൽ കാലം ഉപയോഗിക്കുന്നുണ്ട്. കാരണം കൂടുതൽ കാലം ഉപയോഗിക്കണമെങ്കിൽ തേൻ പ്രോസസ് ചെയ്താൽ തേനെ പറ്റും. വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇടുന്ന തേനാണ്. എത്ര കൊല്ലം വേണമെങ്കിൽ ഇട്ടാൽ ഒരിക്കലും കേടുവരില്ല. അപ്പോൾ തേനിന്ന് ഈ വേസ്റ്റും വാക്സും വേർതിരിച്ചെടുത്താൽ ശുദ്ധമായ തേൻ കിട്ടും. അതെങ്ങനെ വേർതിരിച്ചെടുക്കാനാണ് പറയുന്നത്. ഇത് 2 ലെയറുള്ള ഒരു ടാങ്കാണ്. അകത്തൊരു ലെയറുണ്ട്, പുറത്തെ ലെയറുണ്ട്. പുറത്തെ ലെയറിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്, അടുത്ത ലെയറിൽ തേൻ നിറയ്ക്കുന്നു. പുറത്തെ വെള്ളം 45 മുതൽ 55 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാക്കുമ്പോൾ അകത്തെ തേൻ ഓട്ടോമാറ്റിക്കായി ചൂടാവും 30 മുതൽ 35 ഡിഗ്രി. ഈ പ്രക്രിയ 2 മുതൽ 3 മണിക്കൂർ വരെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ തേൻ ഏറ്റവും അടിയിൽ, അതിന് മുകളിൽ വാക്സ്, അതിന് മുകളിൽ വേസ്റ്റ് ഇതേപോലെ കിട്ടും. നമ്മൾ നാടൻ ഭാഷ പറയുക ചിറകിൽ നമുക്ക് ഇതേപോലെ അതിന് ചിറകിൽ ചില മുകളിൽ അതിൻ്റെ അടിയിൽ വാക്സ്, അതിൻ്റെ അടിയിൽ തേൻ. ഇതിൻ്റെ കപ്പാസിറ്റി 300 കിലോ ആണ്. ഈ 300 കിലോ കംപ്ലീറ്റ് എല്ലാവരും 300 കിലോ ഉണ്ടാവില്ല. 300 കിലോ ഉള്ളതാണ് ഈ കൂടുതൽ വേസ്റ്റ് ബാഗ്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ മൂടി ഓപ്പൺ ചെയ്തിട്ട് മാനുവലായിട്ട് ഈ വേസ്റ്റ് ബാഗ്സ് കോരി ഒഴിവാക്കി ബാക്കി ഇവിടെ ഫിൽട്രേഷൻ കഴിഞ്ഞ് 2ാമത്തെ ചേമ്പറിലേക്ക് പോകും. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അംശമാണ്. തേനകത്ത് വെള്ളത്തിൻ്റെ അംശം വരുന്ന പറഞ്ഞാൽ തണുപ്പ് കാലാവസ്ഥയിൽ തേനെടുക്കുമ്പോൾ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ പോലത്തെ സ്ഥലങ്ങൾ തേനെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമപ്രകാരം അനുവദനീയമായ വെള്ളത്തിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ എപ്പോഴും 20% താഴെയാണ്. അവിടെ ചെക്ക് ചെയ്യുമ്പോൾ 20% കൂടുതലിനെ വേർതിരിച്ചെടുക്കണം. അത് വേർതിരിച്ചെടുക്കാൻ വേണ്ടി 3ാമത്തെ ചേമ്പറിലേക്ക് മാറ്റിയിട്ട് ഈ പൈപ്പ് വഴി പോകുന്ന കൊണ്ട് കൂളിംഗ് ടവർ വഴി കടത്തി വിട്ട് 4ാമത്തെ ചേമ്പറിലേക്ക് വരും. തേനിന് എപ്പോഴും വെള്ളത്തിനെക്കാളും ഡെൻസിറ്റി സാന്ദ്രത കൂടുതലായതുകൊണ്ട് തേൻ അടിയിലോട്ട് പോകും. അതിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അംശം നമ്മൾ മേലെ കുമിള രൂപത്തിൽ അവശേഷിക്കും. കുമിള രൂപത്തിൽ മേലെ അവശേഷിക്കുന്ന വെള്ളം നമ്മൾ പുറത്തുനിന്ന് ഹൈ പ്രഷർ കൊടുത്തിട്ട് വലിച്ചെടുത്ത് ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുന്ന വെള്ളം നമുക്ക് ഇതേപോലെ തേനിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ്. സ്മെൽ ഇതോട് ഇപ്പോൾ 3-4 ദിവസമായിരുന്നാലും കുറഞ്ഞ സ്മെല്ലുണ്ട്. അതേസമയത്ത് ശകലം പോലും മധുരം കാണില്ല. നോക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടയായിട്ടാവും. ഞാനീ പറഞ്ഞ 7-8 തേൻ എന്ന് പറഞ്ഞാൽ ഏത് ബോട്ടിലും കൂടെ എടുത്ത് നോക്കിയാൽ അത്രയും ക്ലിയർ ആയിരിക്കും. കാരണം പ്രോസസ് ചെയ്ത തേനിന് എക്സ്പയർ ഡേറ്റിൽ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്തായിട്ട് തേനീച്ചയുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു ഗുഹ പോലെയാണ്. അത്രയും ഈസി ആയിട്ടുള്ളൂ. സൗത്ത് ഏഷ്യയിൽ 2ാമത്താണ് ഫസ്റ്റ് തായ്വാൻ. ലോകത്ത് എവിടെയാണെങ്കിൽ തേൻ കിട്ടണമെങ്കിൽ 3 തരം തേനീച്ചകളുമാണ്. മെയിൽ, ഫീമെയിൽ, ക്വീൻ അഥവാ ആണ്, പെണ്ണ്, റാണി. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തേൻ കിട്ടുള്ളൂ. ഇതേപോലെ ബോക്സ് വെച്ച് നമ്മൾ തേൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആണീച്ചക്ക് ഇതിൽ പ്രത്യേക റോളൊന്നുമില്ല. എല്ലാം ചെയ്യുന്ന പെണ്ണീച്ചയാണ്.
വെണ്ണീച്ച വന്നു കഴിഞ്ഞ് അതിൻ്റെ ശരീരത്തിൽ തന്നെ മെഴുക് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഒരു തേൻ പലക ഉണ്ടാക്കും. തൊട്ടടുത്ത് എന്താണ് ഫ്ലവർ കിട്ടുന്നത് അവിടെ പോയി തേൻ കലർത്തി. ഫ്ലവറിൽ നിന്ന് എടുക്കുമ്പോൾ ശരിക്കും തേനായിട്ട് കിട്ടുന്നില്ല, അതിന് പറയും നെക്ടർ എന്ന് പറയും. നെക്ടർ കലർത്തി ചെയ്യുമ്പോൾ നെക്ടറിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടാവും. ആ വെള്ളത്തിൻ്റെ അംശം കുറക്കാൻ വേണ്ടി മിനിമം 3 തേനീച്ചകൾക്ക് അത് പകർന്നു കൊടുക്കും. അതായത് ആ നെക്ടർ എടുക്കുന്ന തേനീച്ച മറ്റൊരു തേനീച്ചയുടെ വായിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. ആ തേനീച്ച അടുത്തൊരാൾക്ക് പകർന്നു കൊടുക്കും. ഇങ്ങനെ മിനിമം 3 തേനീച്ചകളേക്കും പകർന്ന് അത് കൈമാറി 4ാമത്തെ തേനീച്ചയുടെ അടുത്തെത്തുമ്പോൾ ആ നെക്ടറിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞിരിക്കും. അത് അതിൻ്റെ വയറ്റിനകത്തോട്ട് ഇടും. ഒരു തേനീച്ചയ്ക്ക് 2 വയറുണ്ടാവും. ഒരു വയറ്റിനകത്തോട്ട് ഇട്ട് 2ാമത്തെ വയറ്റിനകത്ത് വീണ്ടും ഒരു എൻസൈം പുറപ്പെടുവിക്കും. രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് തിരിച്ച് വഴി വെളിയിലെടുക്കും. ആദ്യം ഉണ്ടാക്കി വെച്ച തേൻ പലകയുടെ മുകളിൽ ചേർക്കും. എന്നിട്ട് അതിൻ്റെ വാക്സ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് ശരിക്കും തേനാവുന്നത്. ഇത് റാണിയിച്ച. റാണിയിച്ച വർഷത്തിൽ ഒരു പ്രാവശ്യം വെളിയിൽ പോകുന്നുള്ളൂ. ഓരോ പ്രാവശ്യം വെളിയിൽ പോകുമ്പോഴും മേലീച്ച കൂടെ പോകും. മേലീച്ച റാണി പുറത്ത് പോയിട്ട് പുറത്ത് മാറ്റിങ് നടക്കും. മാറ്റിങ് നടന്നു കഴിഞ്ഞ് മേലീച്ച മരണപ്പെടും. റാണി തിരിച്ചു വന്നിട്ട് മുട്ടയിടും. ഒരു പ്രാവശ്യം മുട്ടയിടുമ്പോൾ 1000-ലധികം മുട്ടകളിടും. മുട്ടയിട്ട് കഴിഞ്ഞ് 24 ദിവസം മുട്ടയുടെ മുകളിലാണ് ഇരിക്കും. 24 ദിവസം കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരും. ആ വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളുടെ തൊണ്ട എന്നൊരു സ്രവം വരുന്നുണ്ട്. അതാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഈ റോയൽ ജെല്ലിയാണ് ഫിലിം സ്റ്റാറുകൾ സെലിബ്രിറ്റികളൊക്കെ കഴിക്കുന്നത്. ആൻറ്റി ഏജ്, പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടി, ബോഡിയിൽ എക്സ്ട്രാ എനർജി കിട്ടാൻ വേണ്ടി, ശരീരത്തിൽ സൗന്ദര്യം വർദ്ധിക്കാൻ, ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഇതിനൊക്കെയാണ് റോയൽ ജെല്ലി ഉപയോഗിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ക്യാപ്സ്യൂൾ ടൈപ്പിലാണ് കിട്ടുക. ഇവിടെ നമ്മൾ കസ്റ്റമർ മുമ്പിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 20 ഗ്രാം റോയൽ ജെല്ലി 300 ഗ്രാം സിതറണിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ 320 ഗ്രാം ഉണ്ടാകും. ഒരാൾക്ക് ഒരു ദിവസം 10 ഗ്രാം വീതം കഴിക്കാൻ പറ്റും. കൂടുതൽ കഴിച്ചിട്ട് വൊമിറ്റിംഗ് വരും. കുറച്ച് കഴിച്ചാൽ ബോഡിയിൽ എഫക്റ്റ് ഉണ്ടാവില്ല. റാണിച്ചയുടെ ഭക്ഷണമാണ് ശരിക്കും റോയൽ ജെല്ലി. റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ട് റാണി എപ്പോഴും വലുതായിരിക്കും, കാണാൻ സൗന്ദര്യം ഉണ്ടാകും. അതിന് ജീവിതം 3 വർഷം വരെയാണ്. അതേസമയത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് ആകെ ജീവിക്കുന്നത് 3 മുതൽ 4 മാസം വരെയാണ്. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് മരണപ്പെടും. കാരണം അതിന് റോയൽ ജെല്ലി കഴിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഈ കോമ്പൗണ്ട് രണ്ടും സെൻസറിങ് പവർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേരുണ്ട്, ആരും ഒരു കല്ലെടുത്തതിന് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എറിഞ്ഞ ആളെ മാത്രം എയിം ചെയ്തുകൊണ്ട് വന്ന് ആക്രമിക്കാനുള്ള ഒരു കഴിവുണ്ട് ലോകത്ത് നേടിച്ചത്. അതുകൂടാതെ മുകളിലുള്ള ഈ 3 കണ്ണം 360 ഡിഗ്രി 360 ഡിഗ്രി ചലിപ്പിക്കാൻ പറ്റും. താഴെ മേലെ ലെഫ്റ്റ് റൈറ്റ് മുന്നിൽ ലോകത്ത് തേനീച്ചകൾക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. അടുത്തത് സ്റ്റിംഗ്ലെസ് ഹണി. ചെറുതേനാണ് സ്റ്റിംഗ്ലെസ് ഹണി എന്ന് പറയുന്നത്. ചെറുതേൻ വളരെ ഔഷധമൂല്യം കൂടി. ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വായിൽ വെച്ച് കൊടുക്കുന്ന ചെറുതേനാണ്. അതായിരിക്കണം കൊടുക്കുന്നത്. കാരണം ഔഷധമൂല്യം ഏറ്റവും കൂടുതലുള്ള ചെറുതാണ്. സാധാ തേൻ 1 കിലോ കിട്ടുമ്പോൾ ചെറുതേൻ വെറും 100 ഗ്രാമേ നമുക്ക് കിട്ടുന്നത്. കുറച്ച് വില കൂടുതലാണെങ്കിലും ചെറുതേനാണ് ഏറ്റവും ഔഷധമൂല്യം കൂടുതൽ. ആസ്മ, അലർജി, വൈറൽ ഫീവർ ഇതിനൊക്കെ ചെറുതേൻ നല്ലതാണ്. കണ്ണിലെന്തേ പോയിട്ട് കണ്ണിൽ വയ്ക്കാൻ വരെ പറ്റുന്നതാണ് ചെറുതേൻ. ചില കുട്ടികൾ 2 വയസ്സ് കഴിഞ്ഞാൽ സംസാരശേഷി ഉണ്ടാവില്ല. നാവ് തിരിയില്ല. നാവ് കട്ടിയായിരിക്കും. അത് സോഫ്റ്റ് ആകാൻ ഏറ്റവും നല്ല ചെറുതാണ്. മറ്റു തന്നെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലാണെങ്കിലും ഔഷധമൂല്യം ഏറ്റവും കൂടുതൽ ചെറുതേനാണ്. ഇത് മസ്റ്റേർഡ് ഹണി, വൈറ്റ് ഹണി എന്ന് പറയും. കടുകിൻ്റെ പൂവിന്ന് എടുക്കുന്നതാണ്. ഹിമാചലിൽ നിന്നാണ് കലക്കിയിരുന്നത്. വാദം, വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. നമ്മൾ സാധാ തേൻ 1 വർഷമായതാണ്, 10 വർഷമായതാണ്. തേൻ ഓരോ വർഷം തോറും ഡാർക്ക് ആവത്തേയുള്ളൂ. ഒരിക്കലും ഉപയോഗിച്ചില്ല. എത്ര വർഷം പഴയതാണ് തേൻ, അതിൻ്റെ ടേസ്റ്റിലോ അതിൻ്റെ ഗുണത്തിലോ ഒരിക്കലും മാറ്റം വരുന്നില്ല. ഹണിക്കോം നമ്മൾ ഫോറസ്റ്റിൽ തേൻ കലക്കിയുമ്പോൾ ഇങ്ങനെ എടുക്കുക. നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞിട്ട് തേൻ എടുക്കും. ബാഗ്സ് പുറത്ത് നമ്മൾ പറഞ്ഞ ആ ടാങ്കിൻ്റെ അടിയിൽ തേൻ, അതിൻ്റെ മുകളിൽ വേസ്റ്റ് ബാഗ്സ് അതുപോലെ എടുത്ത് ബക്കറ്റിലിടും. ഡ്രൈ ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്നു. ഇതിനാണ് മോയ്സ്ചറൈസിംഗ് ക്രീം, ലിപ് ബാം, ബോഡി ലോഷൻ, ബി ബാഗ്സ് ഒക്കെ ഉണ്ടാകും. ചുണ്ട് പൊട്ടുന്നതിന്, കാലിൻ്റെ അടി വിണ്ട് കയറുന്നതിന്, കണ്ണിൻ്റെ താഴെ കറുപ്പ് മാറാൻ, മോയ്സ്ചറൈസിംഗ് പ്രയൻസിനൊക്കെ ബി ബാഗ്സ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മളിതിൽ ആഡ് ചെയ്യുന്നതാണ് ലെമൺ ഗ്രാസ് ഓയിൽ, ലാവൻഡർ ഓയിൽ മാത്രം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് വാസലിനാണ്. വാസലിൻ ശരിക്കും പെട്രോളിയത്തിന് ബൈപ്രൊഡക്റ്റ് കെമിക്കലാണ്. ഇത് ശുദ്ധമായ തേൻ എടുക്കുന്ന യാതൊരു കെമിക്കലും ചേർക്കുന്നില്ല. മനുഷ്യർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ തേനീച്ചകൾ തമ്മിൽ ഒരു തേനീച്ച മറ്റൊരു തേനീച്ചയുടെ മുന്നിൽ വന്ന് ഡാൻസ് ചെയ്തുകൊണ്ടാണ് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അത് കണ്ടുപിടിച്ച ആളാണ് കോൾ വിൻഫ്രഷ്. കോൾ വിൻഫ്രഷ് ഈ ഓസ്ട്രിയക്കാരനാണ്. 1974 ഇയാൾക്ക് നോബൽ പ്രൈസ് ഇന്ത്യയിൽ കണ്ടുപിടിച്ചത്. വന്നോ അതിൻ്റെ പൊപ്പത്തിനകത്ത് കയറത്തിൽ നമ്മുടെ ശരീരത്തിൽ എടുക്കത്തില്ല. തേനീച്ചകൾ ശരിക്കാണ് നമ്മളും ശരിക്കാണ്. ഇനി തേനീച്ച അഥവാ നമ്മളെ കുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ തേനീച്ച മരണപ്പെടും. നമുക്കൊന്നും പറ്റുന്നില്ല. തേനീച്ച കുത്തുന്നതോടുകൂടി അതിൻ്റെ കൊമ്പ് പൊട്ടിപ്പോകും. തേനീച്ചയുടെ കൊമ്പോടുകൂടി അതിൻ്റെ ഉദരത്തോടുകൂടി അതിന് കൊമ്പ് പൊട്ടിപ്പോകും. അപ്പം തന്നെ തേനീച്ച വരും. ഇത് നമ്മുടെ പഴയ മെത്തേഡാണ്. തേനീച്ച കലക്കി ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോറസ്റ്റ് പോകുമ്പോൾ ഇതിനകത്ത് പുകയിട്ടിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പുക ഒന്ന് കണ്ണിൽ നമ്മൾ തേനീച്ച ദൂരം മാറി കാണുന്നില്ല. 7 ഫ്ലേവേഴ്സോളം ഹണീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് വാങ്ങാനും വേണ്ടി പറ്റും കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ കുറേ സാധനങ്ങളും തന്നെ വാങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സിതർ എന്ന് പറഞ്ഞ ഒരു ഹണിയാണ്. ഇതാണ് തുളസി എന്ന് പറഞ്ഞ ഹണി. ഫ്രണ്ട്സ് ഇതൊക്കെ ഇവർ വിൽക്കാൻ വേണ്ടി വെച്ച സംഭവങ്ങളാണ്. നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഫ്രണ്ട്സ് വയനാട്ടിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണാറുള്ളതാണ്. ഇത് നമ്മൾ വില കുറച്ചിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതാ കുറേ സ്വീറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ.
കുഞ്ഞാ കുയ് കുഞ്ഞാ റൈഡ്സിലൊക്കെ കയറി കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ നേരെ പൂപ്പൊലി കാണാൻ വേണ്ടി പോവാണ്.